നമസ്കാരം. ഈ കാർ ബൈയിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കാറെന്ന് പറയുന്നത് ഒരു അത്യാവശ്യമാണ്, ആവശ്യമാണ്. ഇന്നൊരു ആഡംബരമല്ല. ഡിമിനിഷിംഗ് പ്രോഡക്റ്റാണ് ഈ ഒരു കാറെന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ആവശ്യമായതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ നോക്കിയാലും ഒരു കാറിലേക്ക് എത്തും. അത് സെക്കൻഡ് ഹാൻഡ് കാറാണെന്നുണ്ടെങ്കിലും പുതിയ കാറാണെന്നുണ്ടെങ്കിലും. പക്ഷേ ഈ GST 2.0 വന്നതോടുകൂടി ഒരുപാട് ആളുകൾക്ക് സന്തോഷകരമായി. കാരണം ഇനീഷ്യൽ ബയേഴ്സിനൊക്കെ വളരെയധികം വിലക്കുറവിൽ കാറ് വാങ്ങാനുള്ളൊരു അവസരം ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 2025 സെപ്റ്റംബർ 22 പുതിയ GST പ്രകാരം പുതിയ എക്സ്-ഷോറൂം പ്രൈസ് വന്നപ്പോൾ 28% GST 1% സെസ് അല്ലെങ്കിൽ 28% GST 3% സെസ് ഇത് രണ്ടും അപ്ലിക്കബിൾ ആയിട്ടുള്ളത് 4 മീറ്ററിന് താഴത്തേക്കുള്ള വാഹനങ്ങൾക്ക് 28% GSTയും 1% സെസ് എന്ന് പറയുന്നത് പെട്രോൾ വാഹനങ്ങൾ 1200 cc താഴെയുള്ള പെട്രോൾ വാഹനങ്ങൾ 28% GSTയും 3% സെസ് അത് 1500 cc താഴെയുള്ള ഡീസൽ വാഹനങ്ങൾ. അതിന് മാറ്റിയിട്ട് 18%ലേക്ക് വന്നപ്പോഴത്തേക്കും 1.5 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഈ 4 മീറ്ററിന് താഴത്തേക്കുള്ള കോമ്പാക്ട് SUV കാറുകൾക്കൊക്കെ വന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവറേഷ്യസ് ഗ്രീഡി ഫോർ മണി അതാണ് ഇപ്പോൾ കാർ നിർമ്മാണ കമ്പനികളൊക്കെ ചെയ്യുന്നത്. അവർക്ക് ലാഭം മതി. സാധാരണക്കാരന് ഗവൺമെൻറ് നൽകിയ ആനുകൂല്യം എന്ന് പറയുന്നത് ഇപ്പോൾ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഞാൻ ഇന്നൊരു ഷോറൂമിൽ ഒരാളുമായിട്ട് സംസാരിച്ച സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൃത്യമായിട്ട് ആലോചിച്ച് മാത്രമേ ഒരു വാഹനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എടുത്ത് തന്നെ പറയാം, 1.5 വർഷം മുമ്പ് ഒരു SUV കാറിനുണ്ടായിരുന്ന വില ഇന്ന് GSTക്ക് ശേഷം ആ SUV വാഹനത്തെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ആ വാഹന നിർമ്മാണ കമ്പനി ഇറക്കുകയും ആ 1.5 വർഷം മുമ്പുണ്ടായിരുന്ന വിലയേക്കാൾ കൂടുതൽ വിലയാണ് ഇന്നിപ്പോൾ ഓരോ വേരിയൻറ്റിനും അവർ ഈടാക്കുന്നത്. വേരിയൻറ്റിൻ്റെ പേരൊക്കെ മാറ്റി. അപ്പം പണ്ടുണ്ടായിരുന്ന വേരിയൻറ്റിൻ്റെ ഒരു നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ്, ഞാൻ ആ വേരിയൻറ്റ് ഏതാണ് അല്ലെങ്കിൽ കമ്പനി ഏതാണെന്നൊന്നും പറയുന്നില്ല, വരികൾക്കിടയിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സെയിം വാഹനത്തെ ചെറിയ ചെറിയ മൈനർ അപ്ഡേഷനൊക്കെ നടത്തിയിട്ട് വലിയ വിലയ്ക്ക് വിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ GST 2.0യ്ക്ക് മുമ്പുണ്ടായിരുന്ന പ്രൈസിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ അത്തരം വാഹനങ്ങളുടെ വില എന്ന് പറയുന്നത്. ഇതിനി അങ്ങോട്ട് പല വാഹന നിർമ്മാണ കമ്പനികളും ഫോളോ ചെയ്യും. അതായത് നിലവിലുള്ള വാഹനങ്ങൾക്ക് മൈനർ കോസ്മെറ്റിക് അപ്ഡേഷൻസ് ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ വില അങ്ങോട്ട് കൂട്ടിവെക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും GST 2.0യ്ക്ക് മുമ്പുണ്ടായിരുന്ന പ്രൈസിനേക്കാൾ കൂടുതൽ എക്സ്-ഷോറൂം പ്രൈസിന് ഇവർക്ക് ഈ വാഹനം വിൽക്കാൻ കഴിയും. ഇത് ശരിയാണോ? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എൻഷുർ ചെയ്യേണ്ടി വരും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 2026 ജനുവരി മുതൽ പല വാഹന നിർമ്മാതാക്കളും അവരുടെ പ്രൈസ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അസംസ്കൃത സാധനങ്ങളുടെ വില കൂടി എന്നുള്ളതാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ അവർ പറയാൻ പോകുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഓരോ അസംസ്കൃത സാധനങ്ങൾ അല്ലെങ്കിൽ ഒരു എൻജിൻ അല്ലെങ്കിൽ ഗിയർ ബോക്സ്, ചേസിസ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കോമ്പണൻസ് അല്ലെങ്കിൽ 20% അല്ലെങ്കിൽ ഒരു 35% മാക്സിമമാണ് ഒരു വാഹന നിർമ്മാണ കമ്പനി അവരുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന കോമ്പണൻസ് യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. ഈ ഔട്ട്സോഴ്സ് ചെയ്യുന്ന കോമ്പണൻസിനെല്ലാം ഈ GST ബാധകമാണല്ലോ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോമ്പണൻ്റ് ആയിക്കോട്ടെ, ഒരു ബൾബ് ആയിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ വയറിംഗ് കിറ്റ് ആയിക്കോട്ടെ, ഇതിനെല്ലാം GSTയുടെ ബെനിഫിറ്റ് ലഭിക്കുമല്ലോ. അതൊക്കെ ഈ പറയുന്ന സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. പക്ഷേ അതൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇനി മാരുതി സുസുക്കിയുടെ ഒരു എടുത്തുകൊണ്ടൊരു കാര്യം, മാരുതി സുസുക്കിയുടെ ചെയർമാൻ RC ഭാർഗവ അദ്ദേഹം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 2025 ഡിസംബർ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഈ പ്രൈസ് എക്സ്-ഷോറൂം പ്രൈസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തും എന്നുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ GST 2.0 കൊണ്ട് ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് മാക്സിമം ഈ ഫെസ്റ്റിവൽ സീസണിൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു. 2025 സെപ്റ്റംബർ ടു 2025 ഡിസംബർ ഈ ഒരു കാലയളവിന് ശേഷം ഇത്തരത്തിലുള്ള പ്രൈസ് ഹൈക്ക് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. 2025 ഇൻവെൻട്രീസ് ഒക്കെ കാര്യമായിട്ട് വിറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില മോഡൽസ് ഒക്കെ ആർക്കും വേണ്ടാത്ത മോഡൽസ് അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത ചില വേരിയൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതുമാത്രമായിരിക്കും അവൈലബിൾ ആയിരിക്കുക. ആർക്കും വേണ്ടാത്ത വേരിയൻസ് വീണ്ടും വീണ്ടും ആളുകൾ വാങ്ങാൻ പോകുമോ? ഇല്ല. അപ്പം നല്ല രീതിക്ക് ആളുകൾക്ക് ഡിമാൻഡുള്ള വാഹനങ്ങളുടെ ഇൻവെൻട്രീസ് ഒക്കെ ഓൾറെഡി വിറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, 2025 ഡിസംബറിന് ശേഷം 26 ജനുവരിയിലേക്ക് വരുമ്പോഴത്തേക്കും ഓരോരോ വാഹന നിർമ്മാണ കമ്പനികൾ 1-2 ഫീച്ചേഴ്സ് കൂട്ടും അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ചില ഫേസ് ലിഫ്റ്റുകൾ കൊണ്ടുവരും. അത്തരത്തിലുള്ള ഫേസ് ലിഫ്റ്റുകൾ കൊണ്ട് ഈ കസ്റ്റമേഴ്സിന് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 2026 ഒരു മിഡൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ റിസർച്ച് പ്രകാരം
നല്ല രീതിക്ക് പ്രൈസ് ഉയരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രൂപയുടെ മൂല്യം കുറയുന്നു, പാർട്സ് വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു, ലേബർ ചാർജ് കൂടുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ പറയും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് അസംസ്കൃത സാധനങ്ങളുടെയൊക്കെ വില കുറയുന്നതനുസരിച്ച് അത്തരം ബെനിഫിറ്റ് കസ്റ്റമേഴ്സിനും ലഭിക്കണ്ടേ. GST എല്ലായിടത്തും കുറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ടയർ മേടിക്കുന്നു, ഒരു നോർമൽ ടയർ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു GSTയുടെ ബെനിഫിറ്റ് കിട്ടുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് ടയർ മാനുഫാക്ചറിൻ്റെ ബ്രാൻഡഡ് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ അവർ GST ബെനിഫിറ്റ് തരും. ഈവൻ നമ്മൾ കഴിക്കുന്ന ഒരു ചായയുടെ കൂട്ടത്തിൽ കിട്ടുന്ന സ്നാക്സിൻ്റെ പോലും GST നമുക്ക് പലപ്പോഴും അത് ബെനിഫിറ്റിൽ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾക്കൊരു കാർ മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 2025 സെപ്റ്റംബർ ഓൾറെഡി കഴിഞ്ഞു, ഡിസംബറിനുള്ളിൽ വാങ്ങുകയായിരിക്കും ഏറ്റവും നല്ലത്. ഡിസംബർ എന്ന് പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ 2025 മോഡൽ വാഹനമാണ്. ഒരു മാസം കൂടി വെയിറ്റ് ചെയ്താൽ 2026 മോഡൽ വാഹനം കിട്ടും എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും ഒരു ലോങ് ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് 2025 ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് നല്ലൊരു കാർ വാങ്ങിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു വാഹനം വാങ്ങാം. കൃത്യമായിട്ടും വാഹന നിർമ്മാണ കമ്പനികൾ അവരുടെ പ്രൈസ് കൂട്ടുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴത്തേക്കും 2026 കഴിയുമ്പോഴത്തേക്കും 2026 ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ വില കൂടുന്നു, പുതിയ പുതിയ ഫേസ് ലിഫ്റ്റുകൾ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇത്തരത്തിൽ വരുമ്പോഴത്തേക്കും ഈ എൻട്രി ലെവൽ ഇലക്ട്രിക് കാറിൻ്റെ പ്രൈസും നിലവിലുള്ള പെട്രോൾ ഡീസൽ കാറിൻ്റെ പ്രൈസും ഒക്കെ ഏകദേശം ഒരുപോലെ വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു വാഹനം വാങ്ങണം എന്നുണ്ടെങ്കിൽ 2025 ഡിസംബറിനുള്ളിൽ, മാക്സിമം ഡിസംബറിൻ്റെ ഒരു പകുതി, അതായത് ഡിസംബർ 5 ആകുമ്പോഴത്തേക്കും ഹ്യുണ്ടായി പോലെയുള്ള വാഹന നിർമ്മാതാക്കളുടെ പ്ലാന്റൊക്കെ ക്ലോസ് ചെയ്യും. ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇഗ്നിസിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഇഗ്നിസിനെ ഫോളോ ചെയ്യുന്നൊരു ചാനലാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾ അത്തരത്തിൽ പ്ലാൻ ചെയ്തിട്ട് നല്ല ബെനിഫിറ്റ് കിട്ടുന്നതനുസരിച്ച് ഒരു മാസം തുടങ്ങിക്കഴിഞ്ഞ് അഞ്ചാമത്തെ വർക്കിംഗ് ഡേ അല്ലെങ്കിൽ 6ാമത്തെ വർക്കിംഗ് ഡേ ഒക്കെ ഈ ഒരു വാഹന നിർമ്മാണ കമ്പനികളുടെ ഓഫേഴ്സ്, ഷോറൂമിൻ്റെ ഓഫേഴ്സൊക്കെ വെളിയിലേക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരത്തിൽ പ്ലാൻ ചെയ്തിട്ട് 2025 ഒരു നല്ല വാഹനം വാങ്ങാൻ ശ്രമിക്കുക. അല്ല 2026 ഒരു വാഹനം വേണം, അല്ലെങ്കിൽ 2026 മാനുഫാക്ചർ വാഹനം വേണം എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 2026 തുടക്കത്തിൽ തന്നെ 2026 മാനുഫാക്ചർ വാഹനം നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇതൊരു ചെറിയ ഇൻഫർമേഷനാണ്, ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ പണമാണ്, കൃത്യമായിട്ട് ആലോചിച്ച് വിനിയോഗിക്കുക. നന്ദി, നമസ്കാരം.